കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. വീഡിയോയിലെ ഇസ്രായേലി സൈനികന്റെ യൂണിഫോം സംബന്ധിച്ച് ഏറെ ചർച്ചകൾ നടന്നു. യൂണിഫോമിലെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ബാഡ്ജാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഹിബ്രു ഭാഷയിൽ ഇസ്രായേൽ ഹാഷ്ലേമ അഥവാ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് എഴുതിയ ബാഡ്ജിൽ ഫലസ്തീൻ, തുർക്കിയ, ജോർദൻ, ഈജിപ്ത്, ഇറാഖ്, സിറിയ, ലെബനൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളടങ്ങിയ ഭൂപടവും കാണാം. അതായത് ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ് മറ്റു രാജ്യങ്ങളിൽ അധിനിവേശം നടത്താൻ ലക്ഷ്യം വെക്കുകയാണെന്നർത്ഥം. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷമാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ അതിർത്തികൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിപുലമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. Eventually, our borders will extend from Lebanon to the Great Desert, which is Saudi Arabia, and then from the Mediterranean to the Euphrates. And who's on the other side of the Euphrates? The Kurds. And the Kurds are our friends. ഈജിപ്തിലെ നൈൽ നദി മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് നദി വരെയും ലെബനാനിലെ ലിഥാനി നദി മുതൽ സൗദിയിലെ മദീന വരെയും എന്നാണ് പദ്ധതിയുടെ ആശയം. The umbrella of protection of Israel. And then we're going to take, I believe we're going to take Mecca, Medina and Mount Sinai and purify those places. 1948-ൽ ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രം രൂപീകരിച്ചതു മുതൽ ഈ പദ്ധതിയും വിവാദ വിഷയമാണ്. സയനിസ്റ്റുകളും അവരുടെ അനുയായികളും ഇതിനെ മതപരമായ ആശയമായാണ് കണക്കാക്കുന്നത്. സയനിസ്റ്റ് ഇസ്രായേലിന്റെ അജണ്ടയാണ് ഭൂപടം പ്രതിഫലിപ്പിക്കുന്നതെന്ന് സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളിൽ വ്യക്തമാണ്. നാസി ജർമ്മനിയുടെ ലെവൻസ്ട്രാം എന്ന ആശയവുമായാണ് പലരും സംഭവത്തെ താരതമ്യം ചെയ്തത്.